ഇതുപോലെയുള്ള ബർപ്പിംഗ് വീഡിയോസ് നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവും. പല രക്ഷിതാക്കളുടെയും സംശയമാണ് കുഞ്ഞ് ബർപ്പ് ചെയ്തില്ലെങ്കിൽ ഗ്യാസ് കൊടുങ്ങുമോ, ഓരോ ഫീഡിന് ശേഷവും കുഞ്ഞ് ബർപ്പ് ചെയ്യുന്നത് വരെ നിർബന്ധമായി പാറ്റ് ചെയ്യണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന സമയത്തോ ബോട്ടിൽ ഫീഡിംഗ് ചെയ്യുന്ന സമയത്തോ പാലിന്റെ കൂടെ കുറച്ച് വായു കൂടെ അകത്തു പോകാറുണ്ട്. ഈ വായു വയറിന്റെ മുകളിലായി ശേഖരിക്കപ്പെടുകയും ഈ വായു പുറത്തേക്ക് വരുന്നതിനെയാണ് ബർപ്പിംഗ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ കുഞ്ഞിന്റെ നാച്ചുറൽ റിഫ്ലക്സ് മെക്കാനിസം വഴി ഉള്ളിലേക്ക് കടന്ന വായു പുറത്തേക്ക് വരാം. അതായത് ബർപ്പിംഗ് എന്നത് ഒരു മസ്റ്റ് ഡു പാരന്റൽ പ്രൊസീജിയർ അല്ല. ഓരോ ഫീഡിന് ശേഷവും കുഞ്ഞ് ബർപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചില കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്തതിനു ശേഷം അല്പസമയം കഴിഞ്ഞ് ബർപ്പ് ചെയ്യും. എന്നാൽ ചില കുഞ്ഞുങ്ങൾ ബർപ്പ് ചെയ്യാതെയും വളരെ കംഫർട്ടബിൾ ആയി ഇരിക്കാം. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ഫെഡ് ബേബീസിൽ ബോട്ടിൽ ഫെഡ് ബേബീസിനേക്കാൾ കുറച്ച് എയർ സ്വാലോ മാത്രം നടക്കുന്നതിനാൽ ബർപ്പിംഗ് ആവശ്യവും കുറവായിരിക്കും. ബർപ്പ് വരുന്നതുവരെ കുഞ്ഞിന്റെ പുറത്ത് ശക്തമായി അടിച്ച് പാറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഫീഡിംഗ് കഴിഞ്ഞ ശേഷം കുഞ്ഞിനെ അപ്രൈറ്റ് പൊസിഷനിൽ സപ്പോർട്ട് ചെയ്ത് വളരെ ജെന്റിലായി ബാക്ക് റബ്ബ് ചെയ്യുകയോ ലൈറ്റ് പാറ്റ് ചെയ്യുകയോ ചെയ്യാം. എന്നാൽ 5 to 10 മിനിറ്റ്സ് പാറ്റ് ചെയ്തിട്ടും ബർപ്പ് വരുന്നില്ലെങ്കിൽ കുഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ വീണ്ടും പാറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ബോട്ടിൽ ഫീഡിംഗ്, വളരെ വേഗത്തിലുള്ള ഫീഡിംഗ് സമയത്ത് കുഞ്ഞ് കരഞ്ഞോണ്ടേയിരിക്കുക, ഫ്രീക്വന്റ് സ്വാലോയിങ് ഓഫ് എയർ, പൂർ ലാച്ചിങ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ബർപ്പ് ചെയ്യുന്നത് റീസണബിൾ ആണ്. പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞ് കരയുന്നത് ഗ്യാസ് കൊണ്ടാണ്, ബർപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന ധാരണ തെറ്റാണ്.